ജപ്പാൻ സ്ക്വയർ മൾട്ടി ബ്രാൻഡ് ഡിജിറ്റൽ ഹബ് എറണാകുളം, തിരൂർ, മൂവാറ്റുപുഴ, മഞ്ചേരി, കൊണ്ടോട്ടി, പൊന്നാനി ആൻഡ് പയ്യന്നൂർ. നഗരസഭയ്ക്കുള്ള വികസന ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ തർക്കം. തദ്ദേശ മന്ത്രിയെ വിമർശിച്ച CPM കൗൺസിലർക്കെതിരെ ലീഗ് അംഗം രംഗത്തെത്തിയതോടെയാണ് കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചത്. നഗരസഭയിലെ ജീവനക്കാരുടെ താൽക്കാലിക നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ അഡ്വക്കേറ്റ് ഗഫൂർ പില്ലിലീസ് ആവശ്യപ്പെട്ടു. നഗരസഭാ അധ്യക്ഷൻ കേരളത്തിൽ ഇബ്രാഹിം ഹാജി അധ്യക്ഷനായിരുന്നു. തദ്ദേശ മന്ത്രി KM ഷാജി നഗരസഭയ്ക്കുള്ള വികസന ഫണ്ട് വെട്ടിക്കുറച്ചത് ശരിയായില്ലെന്ന CPM കൗൺസിലറുടെ വിമർശനത്തെ തുടർന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷം വാക്കേറ്റമുണ്ടായി. മന്ത്രിയെ വിമർശിക്കേണ്ട ആവശ്യമില്ലെന്നും തങ്ങൾ അധികാരത്തിലേറിയിട്ട് കുറച്ചുനാളെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് ലീഗ് കൗൺസിലർ KK റിയാസ് രംഗത്തെത്തിയത്. ഇതിനെ പിന്തുണച്ച കോൺഗ്രസ് കൗൺസിലർ യാസർ പയ്യോളിയും രംഗത്തെത്തിയതോടെ യോഗം ബഹളമായി. നഗരസഭയ്ക്ക് 6.5 കോടി രൂപ ജനറൽ ഫണ്ട് സർക്കാർ വെട്ടിച്ചുരുക്കി 2 കോടി രൂപ മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്നാൽ കേന്ദ്ര സഹായം 4 കോടി രൂപയിൽ നിന്ന് 14 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് കാരണം നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. നഗരസഭയിലെ ജീവനക്കാരുടെ താൽക്കാലിക നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആക്കണമെന്നും പ്രതിപക്ഷ കൗൺസിലർ ഗഫൂർ പില്ലിലീസ് യോഗത്തിൽ പറഞ്ഞു. വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ പ്രതിപക്ഷ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ടൗൺഹാൾ, തുമ്പൂർ മൊഴി മാലിന്യ സംസ്കരണ കേന്ദ്രം ഉടനെ തുറക്കുമെന്നും പരന്നേക്കാട് അറവുശാല ഉടൻ നിർമ്മാണം തുടങ്ങുമെന്നും നാട്ടുകാരുടെ എതിർപ്പുണ്ടെങ്കിലും പദ്ധതി മാറ്റിവെക്കില്ലെന്നും നഗരസഭാ അധ്യക്ഷൻ കേരളത്തിൽ ഇബ്രാഹിം ഹാജി പറഞ്ഞു. അറവുശാലയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു വാങ്ങിയ ഉപകരണം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജാഗ്രത വേണമെന്നും ഗഫൂർ പില്ലിലീസ് ആവശ്യപ്പെട്ടു. അക്രമകാരികളായ തെരുവുനായകളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി വേണമെന്ന് UDF കൗൺസിലർ അൻവർ പാറയിൽ ആവശ്യപ്പെട്ടു. തിരൂർ നഗരസഭയുടെ കോരങ്ങത്തുള്ള സായംപ്രഭ ഹോമിനെ സായംപ്രഭ മോഡൽ ഹോമാക്കി മാറ്റാനും യോഗം തീരുമാനിച്ചു.